വേറെ സംഗീതം ഇല്ലേ എനിക്കാശ്രയം നീതാ നാലാ കൈവെടിയല്ലേ കാൽപുരക്ഷിക്കാൻ സാരാ കർത്താവിയെന്നാശ്രയം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 17-ാം സങ്കീർത്തനം 11-ാം വാക്യം. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുറന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. നമ്മുടെ ഓരോ കാലടിയിലും നമ്മെ വീഴ്ത്തുവാനായി ശത്രു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഓരോ ചൂടുകളും ശ്രദ്ധയോടെ ആയിരിക്കണം. മൊർദെഖായി നിമിത്തം മുഴുവൻ യഹൂദന്മാരെയും കൊല്ലുവാനാണ് ഹാമാൻ ശ്രമിച്ചത്. അന്ധകാര ശക്തികൾ ദൈവമക്കളെയെല്ലാം നശിപ്പിച്ച് കളയുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാക്യത്തിലൂടെ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ശത്രു നമ്മുടെ കാലടികളെ നോക്കി നമ്മളെ വളഞ്ഞ് നമ്മെ തള്ളിയിടുവാൻ ദൃഷ്ടി വെച്ചിരിക്കുന്നു എന്നാണ്. ഓരോ ദൈവവൈതലും ശ്രദ്ധയോടെ ജീവിക്കേണ്ട കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അവൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ ശ്രദ്ധയുള്ളവരായി ഈ നാളുകളിൽ നമുക്ക് ജീവിക്കാം. പ്രിയ സ്നേഹിതരെ, നമ്മുടെ കാലടികളെ പിന്തുടർന്ന് നമ്മെ വളഞ്ഞ് നമ്മെ താഴിടുവാൻ ദൃഷ്ടി വച്ചിരിക്കുന്ന ശത്രുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവമക്കളായ നാം ഓരോ ചുവടുകളും ശ്രദ്ധയോടെ വയ്ക്കേണ്ടതാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ശത്രുവിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട് വീണുപോകാതെ എന്നെ താങ്ങണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.